ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്ക്കറ്റ് കൊണ്ടുള്ള ഷാർജ ഷേക്കാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. വരൂ. അപ്പോൾ ഷാർജയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാൽ നന്നായിട്ട് തിളപ്പിച്ച് പിന്നെ അതിനുശേഷം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ബിസ്ക്കറ്റ് വേണം. ബിസ്ക്കറ്റ് ഞാനിവിടെ ഒരു 10 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത് എടുക്കുമ്പോൾ ചോക്ലേറ്റ് ഫ്ലേവർ ആയിരിക്കണമെന്ന് മാത്രം. ബിസ്ക്കറ്റ് ഇവിടെ ഞാൻ പൊടിച്ചാണ് ചേർക്കുന്നത്, അത് പിന്നീട് ഞാൻ കാണിക്കുന്നതായിരിക്കും. ഞാലിപ്പൂവൻ പഴം വേണം. ഇവിടെ ഞാൻ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത്രയും പഴം വേണ്ട. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 3 പഴമായിരിക്കും ചേർക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ബാക്കി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഐസ് ക്യൂബ്സ് ആണ്. ഐസ് ക്യൂബ്സ് പൊടിച്ച് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രഷ്ഡ് ഐസ് ചേർക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ബിസ്ക്കറ്റ് പൊടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാം. ഞാൻ ബിസ്ക്കറ്റ് ഇവിടെ നന്നായിട്ട് പൗഡറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷാർജ തയ്യാറാക്കാം. ബ്ലെൻഡറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പാലൊഴിച്ചു. ഞാൻ 3 പഴം ചേർത്തിട്ടുണ്ട്. ആദ്യം 3 പഴം ചേർത്ത് നോക്കാം, പിന്നെ അതിന് ശേഷം പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ചേർക്കാം. കുറച്ച് ഐസും ചേർക്കുന്നുണ്ട്. ഐസ് ഞാനൊന്ന് പൊടിച്ചിട്ടായിരിക്കാം ചേർക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് നമുക്ക് ഇനി ജ്യൂസ് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷാർജ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷാർജയാണ്. കണ്ടോ? എല്ലാവരും അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കണം, സപ്പോർട്ട് ചെയ്യണം. എളുപ്പത്തിൽ തയ്യാറാക്കാം. ഐസ് ക്യൂബ്സും ഇതിനകത്ത് ചേർക്കണം. ഐസ് ക്യൂബ്സും കൂടെ ചേർത്താണ് ഞാൻ അടിക്കുന്നത്. അല്ലെങ്കിൽ പാല് നല്ല കട്ടിയായിട്ടിരിക്കണം. ഇതിലേതെങ്കിലും ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ മാത്രമേ പെർഫെക്റ്റ് ഷാർജയായിട്ട് ഉണ്ടാകത്തുള്ളൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.